ഹലോ കൂട്ടുകാരെ, അപ്പം നമുക്ക് വേഗം ഒന്നൊരു ഉച്ചയൂണ് തയ്യാറാക്കിയാലോ. അതിന് വേണ്ടി കലം വെച്ച് അരി കഴുകി അടപ്പത്തിട്ടിട്ടുണ്ട്. അത് വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു കായ മോരുകറി ഉണ്ടാക്കാം. അതിനുവേണ്ടി കായ വെട്ടിക്കഴുകി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് വെള്ളം ഒഴിച്ച് നമുക്ക് വേവാൻ വെക്കണം. അത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചിരകി എടുക്കണം. അതിലേക്ക് 2 വെളുത്തുള്ളി, ഇച്ചിരി ജീരകവും പച്ചമുളകും ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഈ അരച്ചത് ഈ വെന്ത കായലൊക്കെ ഇട്ട് നല്ലതായിട്ട് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം വെന്ത ശേഷം അതിലേക്ക് നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന തൈര് ചേർക്കണം. ഇനി ലാസ്റ്റ് ഒരു പാട്ടും കൂടെ ഉള്ളൂ, കടുക് വറക്കുക. കടുക് വറക്കുമ്പോൾ ഇച്ചിരി മുളക് പൊടിയും കൂടെ ചേർത്ത് കളറിന് വേണ്ടിയിട്ട് മാത്രം അതിലേക്ക് ചേർത്തെടുക്കുക. ഇനി നമുക്ക് അപ്പോൾ കറി റെഡിയായല്ലോ. ഇനി നമുക്ക് തയ്യാറാക്കാനുള്ളത് ഒരു പയർ ഉപ്പേരിയാണ്. അതിലേക്ക് കടുക് വറുത്ത് ഉള്ളി അരിഞ്ഞത് ഇട്ടിട്ട് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും അതിലേക്ക് ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പയർ ഈ പച്ചമണം മാറിയ ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഞാൻ നോൺ സ്റ്റിക്കിനകത്തല്ല വെച്ചേക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നല്ല സൂപ്പർ പയറുപ്പേരി റെഡി. ലാസ്റ്റായിട്ട് നമുക്കൊരു മീൻ വറുത്താലോ. മത്തിയാണ് വറുത്തെടുത്തത്. അപ്പോൾ എല്ലാം ശരിയായി. ഇനി നമുക്ക് ഊണ് വിളമ്പിയാലോ. ചോറിട്ടു, അതിൻ്റെ കൂടെ നമ്മുടെ സൂപ്പർ കായ മോരുകറി ഒഴിച്ചു, അതിൻ്റെ കൂടെ നമ്മുടെ പയർ കുത്തിപ്പൊരിച്ചത്, പയർ കുത്തിപ്പൊരിച്ചെന്നോ പയർ മെഴുക്കുരട്ടിന്നോ പയർ ഉപ്പേരിയെന്നോ എന്ത് വേണേലും പറയാം കേട്ടോ. അതിൻ്റെ കൂടെ ഒരു മത്തി വറുത്തതും പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് അച്ചാറും. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ അതും കൂടെ ആയാൽ നമ്മുടെ അടിപൊളി ഊണ് റെഡി. എങ്ങനെ കഴിക്കാൻ കൂടുമല്ലേ എല്ലാവരും, പോന്നോളൂ.